നാട്ടിൽ കാനാവിങ്കൽ വീഞ്ഞു സഹസ്രങ്ങൾ ഏകിയപോ കാരുണ്യത്താലപ്പം വാഴ്ത്തി ഞങ്ങൾക്കാശിസേറ്റിടേണം. ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രിയരെ, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. അവൻ മൂലം ഞാൻ സ്വപ്നത്തിൽ ഇന്നുവരെ ക്ലേശം അനുഭവിച്ചു. പീലാത്തോസ് ഭാര്യയുടെ മുന്നറിയിപ്പിനെ സഹജമായി ധാർഷ്ട്യത്തോടെ അവഗണിച്ച് അവളുടെ തോന്നലുകളെ ഗൗരവമായി എടുക്കേണ്ട എന്നു കരുതി കാലത്തിനും ദേശത്തിനും എന്ത് സംഭവിക്കുമെന്നതിൻ്റെ 2000 വർഷം പഴക്കമുള്ള കുടവാട കഥയാണ് ഇത്. സ്വന്തം നിലനിൽപ്പിനു വേണ്ടി നിരപരാധികളെ ഭൂരിപക്ഷത്തോട് ചേർന്ന് കുറ്റം വിധിക്കുന്നതും വിധിവാചകം ഉച്ചരിക്കുന്നതും കൊലക്കളത്തിലേക്ക് ക്രിസ്തുവിനെ പറഞ്ഞു വിടുന്നതും പീഡനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതും എല്ലാറ്റിനും ഒടുവിൽ എനിക്ക് ഈ നീതിമാന്റെ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി സ്വയം ന്യായീകരിക്കുന്നതുമൊക്കെ പീലാത്തോസാണ്. നീതിബോധവും മനസാക്ഷിയും കൈവിട്ട് പാപം ചെയ്യരുത് എന്ന് സ്വന്തം ഭാര്യ വരെ പീലാത്തോസിനോട് മുന്നറിയിപ്പ് കൊടുത്തിട്ടും ജനക്കൂട്ടത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി നിഷ്കളങ്കനെ നിഷ്കരുണമായി വിധിക്കാൻ പീലാത്തോസ് ഭൂരിപക്ഷത്തോട് കൂട്ടുചേർന്നു. പക്ഷേ അതിൻ്റെ പേരിൽ ഉറക്കം നഷ്ടപ്പെടുന്നത് അയാളുടെ ഭാര്യയ്ക്കാണ്. ഇന്നും കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. ഒരാളുടെ തെറ്റ് അയാളുടെ പ്രിയപ്പെട്ടവരുടെ ഉറക്കം കളയുന്നു. ഒരാളുടെ തെറ്റ് അയാളുടെ പ്രിയപ്പെട്ടവരുടെ സ്വസ്ഥത നശിപ്പിക്കുന്നു. ഭർത്താവ് ദൈവഭയമില്ലാതെ ജീവിക്കുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്നത് സ്വസ്ഥത നശിക്കുന്നതും ഭാര്യയ്ക്കാണ്. മക്കൾ വിശ്വാസ വഴിയിൽ ഇടറിപ്പോകുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്നതും സ്വസ്ഥത നശിക്കുന്നതും മാതാപിതാക്കൾക്കാണ്. മാതാപിതാക്കളുടെ പിടിവാശിയിലും സ്വാർത്ഥതയിലും ദാമ്പത്യം വേർപെടുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്നതും സ്വസ്ഥത നശിക്കുന്നതും മക്കൾക്കാണ്. ഒരാളുടെ തെറ്റ് അയാളുടെ വീഴ്ചകൾ ദൈവനിഷേധങ്ങൾ മറ്റാരുടെയൊക്കെയോ ഉറക്കം കളയുന്നു. എൻ്റെ പാപം എന്നെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. എൻ്റെ പാപം എന്നേക്കാളേറെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ സ്വസ്ഥതയെ തകർത്ത് കളയുന്നു എന്ന തിരിച്ചറിവ് വിശുദ്ധിയുടെ ഈ വീണ്ടെടുപ്പിൻ്റെ കാലത്ത് നമുക്ക് വഴിയായിരിക്കട്ടെ. ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത്. ഭൂരിപക്ഷത്തോട് ചേർന്ന് നീതിക്കെതിരായി കോടതിയിൽ സാക്ഷി നിൽക്കരുത് എന്ന് ഓർമ്മിപ്പിച്ച് കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.